ഹലോ ഗൈസ്, റാഫി അടൂരാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മളിന്നൊരു യാത്ര പോവാണ്. നല്ല കിഡിലനൊരു യാത്ര, ഒരു വെറൈറ്റി യാത്ര. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ വീഡിയോ കൂടെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകാം കേട്ടോ. ടിക്കറ്റൊക്കെ എടുക്കണം. ഇനി നല്ല മഴയാണ് രാവിലെ മുതൽ കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു, ടിക്കറ്റൊക്കെ വാങ്ങി കേട്ടോ. വെറും 35 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കിഡിലൻ യാത്ര ചെയ്യാൻ പോകുന്നത്. പുനലൂർ ടു തെങ്കാശി 35 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഉച്ചയ്ക്ക് 12:55 നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. അങ്ങനെ ട്രെയിൻ കാത്ത് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ട്രെയിൻ എത്തി. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രെയിനിലൊക്കെ കയറാൻ പറ്റും. ഏറ്റവും പുറകിലാണ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓടേണ്ടി വന്നു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് ട്രെയിനിനുള്ളിൽ കയറി. മഴ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ നാൾക്ക് ശേഷം ട്രെയിനിൽ കയറിയ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നല്ല കിടിലം മഴ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിടിലം മഴ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങളെ ഞാനൊരു കിടിലം വ്യൂ കാണിച്ചു തരാം. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ പെരിയമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ വരുമ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ആറ്റിൽ വരുമായിരുന്നു. ആ ഒരു ആറും ആ ഒരു പാലത്തിന് മുകളിൽ കൂടെയാണ് നമ്മളിപ്പം ഫസ്റ്റ് പോകാൻ പോകുന്നത്. കിടിലനൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ നമ്മുടെ തൂക്കുപാലം, പുനലൂർ തൂക്കുപാലം ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ല, കിടിലം മഴയും നല്ല അടിപൊളി ആറ് കണ്ടില്ലേ, ആറ്റിൽ വെള്ളം കണ്ടില്ലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ ഈ ഒരു സ്ഥലത്താണ് കുളിക്കാനൊക്കെ വരുന്നത്. അതാണ് കണ്ടില്ലേ, ഈ ദൂരെ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം. കണ്ടില്ല, ആ ഒരു സ്ഥലത്താണ് നമ്മൾ പണ്ട് കുളിക്കാനൊക്കെ വരുന്നത്. നല്ല കിടിലം മഴ കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു യാത്ര ആസ്വദിക്കേണ്ടത് മഴയത്താണ് ഈ ഒരു ഫീൽ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു തെങ്കാശിയിലേക്ക് പോകാനുള്ള ഒരു ഫീൽ കിട്ടുന്നത് ഈ ഒരു മഴയത്താണ്. എനിക്കെന്തായാലും ആശിച്ച പോലെ മഴയത്തുള്ളൊരു യാത്ര തന്നെ കിട്ടി. യാത്രയിൽ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരെല്ലാം തിരിച്ചില്ലല്ലോ, ഇവരെല്ലാം തിരുച്ചിയിലോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ യാത്രയിൽ കിട്ടിയ ഫ്രണ്ട്സുകളാണ്. നമുക്ക് ഓരോ യാത്രയിൽ ഓരോ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇവരെല്ലാം തിരുച്ചിയിൽ താമസിക്കുന്നവരാണ്. അതാണ് നമുക്ക് ഓരോ യാത്രയിൽ നമുക്ക് ഓരോ ആളുകളെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത.
അത് പ്രത്യേകിച്ച് ട്രെയിനിലാകുമ്പോൾ അതിൻ്റെ മധുരം ഇരട്ടിയാകും. അത്രയ്ക്കൊരു ഫീൽ കിട്ടുന്ന ഒരു യാത്രയാണ് ഈ ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ നമ്മൾ ട്രെയിൻ തെന്മല സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെയും കാര്യമായി ആളുകളൊന്നും കയറാനില്ല. നല്ല മഴ പെയ്ത് തോന്ന ഒരു അന്തരീക്ഷം. ഇവിടുന്ന് ചായ വിൽപ്പനക്കാരൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിനിൽ വെച്ച് പരിചയമായ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പതിയെ ഇവിടുന്നും ട്രെയിൻ എടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ തുരങ്കങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. മൊത്തം 4 തുരങ്കങ്ങളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് ട്രെയിൻ ചീറിപ്പാഞ്ഞു. ഇനിയുമുണ്ട് 3 തുരങ്കങ്ങൾ ബാക്കി. താഴ്ഭാഗത്ത് കാണുന്ന ഈയൊരു റോഡ് തെങ്കാശി പുനലൂർ പാതയാണ്. താഴെ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് ട്രെയിനിൽ നിന്ന് നോക്കാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. കൂട്ടത്തിൽ നമ്മുടെ ആനവണ്ടിയും വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല കോടയുണ്ട്. അങ്ങനെ രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് വണ്ടി കയറി. അങ്ങനെ മൂന്നാമത്തെ തുരങ്കവും എത്തി. അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ ഒരു 3 തുരങ്കവും സ്ഥിതി ചെയ്യുന്നത്. ഇനി കുറച്ച് ദൂരെ പോകുമ്പോഴാണ് 4ാമത്തെ തുരങ്കമായ ആര്യങ്കാവ് തുരങ്കത്തിൽ എത്തിപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. ഉള്ളതിൽ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് ആര്യങ്കാവ് തുരങ്കം. ഈ തുരങ്കം ഇറങ്ങി വരുന്നത് അടിപൊളി ഒരു കാഴ്ചയിലേക്കാണ്. 13 കണ്ണറ പാലം. ഈ യാത്രയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാലമാണിത്. പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ് ഇത്. ഇതിനെ 13 കണ്ണറ പാലം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ സിമെന്റും കമ്പിയും ഉപയോഗിക്കാതെ പണിഞ്ഞ പാലമാണ് ഇതെന്നാണ് കേട്ടറിവ്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അങ്ങനെ ട്രെയിൻ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇവിടെ സ്വല്പം സ്പീഡ് കുറച്ചാണ് ട്രെയിൻ പോകുന്നത്. മലമുകളിലെ കോട കണ്ട് ഈ ഒരു യാത്ര ആസ്വദിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ തമിഴ്നാട് അതിർത്തിയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള സ്റ്റേഷനാണ് ചെങ്കോട്ട. തെന്മലയ്ക്ക് മുമ്പായിട്ടുള്ള 2-3 സ്റ്റേഷനുകൾ ഞാൻ വീഡിയോയിൽ പകർത്തിയില്ല. വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പാണ്ഡവൻ പാറയും 13 കണ്ണറ പാലവും ഒക്കെ കണ്ട് ഇങ്ങനത്തെ ഒരു യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുനലൂരിലേക്ക് വരിക. അങ്ങനെ നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഓപ്പോസിറ്റ് ട്രെയിൻ നേരെ തൃശ്ശൂരിലേക്കാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ചെങ്കോട്ടയിൽ ഇറങ്ങി തിരികെ ഈ ട്രെയിനിൽ നമുക്ക് നാട്ടിൽ പോകാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ട്രെയിൻ രാത്രി 12:50 ഞാൻ നേരെ തെങ്കാശിക്കാണ്. ഇനി അവിടുന്ന് ബസ്സിൽ വേണം തിരികെ പുനലൂരിലേക്ക് പോകാൻ. തെങ്കാശി എത്തിയപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കായിട്ടുണ്ട്. ഞാൻ വളരെ പാടുപെട്ട് ട്രെയിനിൽ നിന്നും ഇറങ്ങി. ഇവിടെ ഫുള്ള് തിരക്ക് കേട്ടോ. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ തെങ്കാശിയാണ്. നമുക്കിനി ഇവിടുന്ന് ഇനി എങ്ങനെയാലും വണ്ടി വിളിച്ചിട്ട് പോകണം. ഇവിടെ തിരക്കാണോ വേണ്ട. ഭയങ്കര തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടില്ലേ, മധുരയിലേക്കും അതുപോലെ തന്നെ ചെന്നൈയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിന്നാണ് കയറുന്നത്. ഭയങ്കര തിരക്ക്. നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോലും ഉള്ളൊരു ഇത് തരുന്നില്ല. അവർ ഇടിച്ചിടിച്ച് കയറുവാണ്. പിന്നെ ഇവിടെ പിരിവുകാർ കുറേ പേരുണ്ട് കേട്ടോ. നിൽക്കുന്നൊക്കെ ഓട്ടോ ഡ്രൈവേഴ്സാണ് കേട്ടോ. പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഇതെല്ലാം ഓട്ടോ ഡ്രൈവേഴ്സാണ്. ഇവിടുന്ന് ഇറങ്ങുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാം കേട്ടോ. നിരന്ന് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്.
ഞാനിനി ഇവിടെ തിരിച്ച് ട്രെയിൻ എപ്പോഴാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ രാത്രി 12 മണിക്കാണ് ഇനി ട്രെയിൻ ഉള്ളത്. അതുകൊണ്ട് നമ്മളിനി ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. രാത്രി 12 മണി വരെ ഇവിടെ പോസ്റ്റാണ്. ചെങ്കോട്ടയിൽ ഒരു ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് മിസ്സായിപ്പോയി. ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ഇനി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൽ തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്.